رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. صدق الله العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവശക്തനും സർവാധിപതിയുമായ തമ്പുരാൻ, നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സകലമായ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. ശേഷിക്കുന്ന ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നയിച്ച് അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പുഞ്ചിരിക്കുന്ന വദനത്തോടെ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ചേരാനുള്ള മഹാഭാഗ്യം നാം ഓരോ അടിമകൾക്കും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അഭ്യുദയകാംക്ഷികൾ, ഗുണകാംക്ഷികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ദീനിന്റെ വഴികളിൽ നമ്മെ സഹായിച്ചവർ, ഗുരുനാഥന്മാർ സർവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. മദ്രസകളിലേക്ക് കുരുന്നുകളെ അയക്കണമെന്നും മക്കൾ മദ്രസ വിദ്യാഭ്യാസത്തിൽ ഊന്നി തന്നെ വളരണമെന്നും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത്തരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുമ്പോഴുണ്ടാകുന്ന അവരുടെ വ്യത്യാസങ്ങളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇവിടെ ധാർമ്മികത എന്താണ് എന്ന് നമുക്കിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്താണ് ധാർമ്മികതയുടെ അളവുകോലെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ധാർമ്മികത ആപേക്ഷികം മാത്രമാണെന്ന വിദ്യാധാരണ പാശ്ചാത്യ മാധ്യമങ്ങളും പാശ്ചാത്യ ചിന്താധാരകളും ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ധാർമ്മികത എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ചിന്താപേക്ഷിതമാണ്. ഭൂരിപക്ഷ അഭിപ്രായത്തെ ധാർമ്മികതയുടെ മാനദണ്ഡമാക്കി അവതരിപ്പിക്കുന്ന സമൂഹം നമുക്കിടയിൽ ഇന്നുമുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായം എന്താണോ അവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ധാർമ്മികതയെ അളക്കേണ്ടത് എന്ന് വാദിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ഈ അവസരത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ എന്താണ് എന്നും എന്താണ് ധാർമ്മികതയുടെ അളവുകോലെന്നും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലേ? ധാർമ്മികമായ മൂല്യങ്ങൾ കുട്ടികളിൽ പകർന്നു നൽകുവാൻ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1994 കുട്ടികൾക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ നൽകണം, അവർക്ക് അതിനെക്കുറിച്ച് പഠിപ്പിക്കണം എന്ന് തീരുമാനമെടുത്തു ബ്രിട്ടീഷ് ഗവൺമെന്റ്. അങ്ങനെ ബ്രിട്ടനിലെ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരുന്ന വ്യക്തി അന്നത്തെ സ്കൂളുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. എന്താണ് ആ നിർദ്ദേശം എന്നറിയുമോ? നിങ്ങൾ കുട്ടികളെ ശരിതെറ്റുകൾക്കിടയിലുള്ള വൈജാത്യം പഠിപ്പിക്കണം. അഥവാ എന്താണ് ധാർമ്മികത എന്നും എന്താണ് അധാർമികത എന്നും അവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അന്നത്തെ എഡ്യൂക്കേഷണൽ സെക്രട്ടറി, ബ്രിട്ടീഷ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി അന്നത്തെ സ്കൂളുകൾക്ക് നിർദ്ദേശം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് സ്കൂളുകൾക്കിടയിൽ, മാനേജ്മെന്റുകൾക്കിടയിലൊക്കെ ഒരു ചോദ്യം ഉയർന്നു. ആരുടെ ധാർമ്മികതയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? ഏത് ധാർമ്മികതയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്?
ഏത് ശരി തെറ്റുകൾക്കിടയിലാണ് നമ്മൾ വൈജാത്യം വരുത്തേണ്ടത്, വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ വിഷയത്തിൽ വലിയ സംവാദങ്ങൾ നടന്നു. കുട്ടികൾക്കെല്ലാം ധാർമ്മിക മൂല്യങ്ങൾ അവരിൽ എത്തിക്കണം എന്നുള്ള തീരുമാനത്തിൽ എല്ലാ സ്കൂളുകളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാഭ്യാസ വിചക്ഷണരും തമ്മിലുള്ള സംവാദങ്ങൾ, ചർച്ചകൾ നടന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചർച്ചകൾക്കൊടുവിൽ പല ധാർമ്മികമായ കാര്യങ്ങളിലും ഉള്ള അഭിപ്രായങ്ങൾ ഏകോപിച്ചെങ്കിലും ആ അഭിപ്രായങ്ങളിൽ സർവ അംഗീകാരം നേടിയെങ്കിലും ഒട്ടനവധി വിഷയങ്ങളിൽ ഭിന്ന അഭിപ്രായം രൂപപ്പെട്ടു. ലഹരിയുടെ വിഷയത്തിൽ ഭിന്ന അഭിപ്രായം വന്നു. ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകൾ അത് നല്ലതാണ്, ലഹരി മാനസിക ഉന്മേഷത്തിന് നല്ലതാണ് എന്ന് വാദിച്ചപ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ അത് ശരീരത്തിന് ദൂഷ്യം ചെയ്യുമെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കുടുംബത്തെയും സമൂഹത്തെയും ബന്ധങ്ങളെ നശിപ്പിക്കുന്നതാണ് എന്നും മറ്റൊരു കൂട്ടം വാദിച്ചു. ഇങ്ങനെ പല വിഷയങ്ങളിൽ ധാർമ്മികതയെ അളക്കാൻ, എന്താണ് ധാർമ്മികത എന്ന് പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ഒരുമിച്ച് കൂടിയ ആ സംഘങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ധാർമ്മികതയുടെ അളവുകോൽ? അല്ലെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉത്തരം പറയാൻ എളുപ്പമാണ്. അല്ലെ, നാം ഏതെങ്കിലും ഒരു വസ്തുക്കളോ നാം ഏതെങ്കിലും ഒരു പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു യൂസർ മാനുവൽ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ അതിനെ പ്രവർത്തിക്കുക. ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, അല്ലെ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ സാധനം എങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് വാറന്റി ലഭിക്കുന്നത് എന്നുള്ള ഒരു യൂസർ മാനുവൽ നമ്മൾ ഏത് സാധനങ്ങൾ മേടിക്കുമ്പോഴും അതിനോടൊപ്പം ഉണ്ടാവും. അല്ലെ, എന്തിനാണ്? അതിനനുസരിച്ച് വേണം നമ്മൾ ആ വസ്തുവിനെ ഉപയോഗിക്കാൻ. അല്ലാതെ ഉപയോഗിച്ചാൽ നശിച്ചു പോകും, നഷ്ടമായി പോകും എന്നതാണ് വസ്തുത. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനാകുന്ന നമ്മയെല്ലാം സൃഷ്ടിച്ച ഉടമസ്ഥനായ തമ്പുരാൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന്, എന്താണ് ശരി തെറ്റുകൾ എന്ന്. ആ ശരി തെറ്റുകൾക്കിടയിലുള്ള വൈജാത്യങ്ങളെ പടച്ച റബ്ബ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലേ, വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ മാനുവലാണ്, യൂസർ മാനുവലാണ്. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, അവന്റെ ആത്മാവിനെ അവൻ എങ്ങനെ പരുവപ്പെടുത്തണം, അവന്റെ ജീവിതത്തെ അവൻ എങ്ങനെയാണ് ജീവിച്ചു തീർക്കേണ്ടത്, അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഈ ലക്ഷ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു യൂസർ മാനുവൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ധാർമ്മികത എന്നാൽ അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതാണ് ധാർമ്മികത. അതല്ലാത്തതെല്ലാം അധാർമികതയാണ്. അതല്ലാത്തതെന്ന് വെച്ചാൽ അതിനെതിരെ നിൽക്കുന്നതെല്ലാം അധാർമികതയാണ് എന്ന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയും. അല്ലേ? സാധാരണ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ കമ്പനിയാണ് അതിന്റെ യൂസർ മാനുവൽ നമുക്ക് തരുന്നത്. അല്ലെ, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അതുപോലെ സൃഷ്ടാവായ തമ്പുരാൻ, മനുഷ്യനെ സൃഷ്ടിച്ച തമ്പുരാൻ, അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, എല്ലാ വസ്തുവകകളുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ് എന്ന് പടച്ച റബ്ബ് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഉടമസ്ഥനായ തമ്പുരാനാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യൂസർ മാനുവൽ തയ്യാറാക്കേണ്ടത്. അല്ലെ, എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? അല്ലെ, വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ മാത്രമല്ല അവൻ, വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, അവൻ എല്ലാ വസ്തുക്കളുടെയും കാര്യകർത്താവാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ആ അല്ലാഹു പറയുന്നു, മനുഷ്യ നീ എങ്ങനെ ജീവിക്കണം, നിന്റെ ജീവിത മാർഗം ഏതാണ്? വിശുദ്ധമായ ഖുർആനാണത്. അല്ലെ, വിശുദ്ധമായ ഖുർആനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ് ഹുദൽ ലിന്നാസ്, അത് മനുഷ്യ സമൂഹത്തിന് സന്മാർഗമാണ്. ആ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അതിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മദ്രസകളുള്ളത്. ഹുദൽ ലിന്നാസ്, മനുഷ്യന്റെ ധാർമ്മികത പഠിപ്പിക്കുന്നത് വിശുദ്ധമായ ഖുർആനാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മനുഷ്യന്റെ സത്യാസത്യങ്ങൾക്കിടയിൽ വേർതിരിച്ച് വ്യക്തമാക്കി തരുന്നത് ജഗന്നിയന്താവതം അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ഗ്രന്ഥമാണ്. പ്രിയപ്പെട്ടവരെ,
അല്ലെ? വിശുദ്ധ ഗ്രന്ഥം അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആനാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധാർമ്മികതയും അധാർമികതയും വേർതിരിക്കേണ്ടത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധാർമ്മികതയും അധാർമികതയും ജീവിച്ച് കാണിച്ചു തന്നയാളാണ്. നമ്മുടെ കൈകളിലുള്ള കോപ്പികളാണ് ഖുർആൻ. ആ കോപ്പികൾ മാത്രമല്ല ഖുർആൻ, ജീവിക്കുന്ന ഖുർആനുണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന ഖുർആനാണ്. ആ പ്രവാചകന്റെ ജീവിതം ഖുർആൻ കൂടുതൽ നമുക്ക് വ്യക്തത നൽകും. കൂടുതൽ ഖുർആനെ മനസ്സിലാക്കാൻ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. അവിടുത്തെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം ഖുർആനിനനുസരിച്ചായിരുന്നു. അതുകൊണ്ടാണല്ലോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കാന ഖുലുഖുഹു വൽ ഖുർആൻ. പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത്, അവിടുത്തെ ധാർമ്മികത എന്ന് പറയുന്നത്, അവിടുത്തെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഖുർആനായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരാശിയുടെ കാറ്റലോഗ് അല്ലെങ്കിൽ യൂസർ മാനുവൽ അല്ലെങ്കിൽ അവന്റെ മാർഗരേഖ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്, അല്ലേ? ധാർമ്മികതയും അധാർമികതയും ഇന്ന് വലിയ വിഷയമാണ്. ഈ ധാർമ്മികതയുടെ സംസ്ഥാപനത്തിന് വേണ്ടി, ഖുർആൻ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, എന്താണ് ധാർമ്മികത എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ റസൂൽ ഭൂമിയിലേക്ക് വന്നത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നമാ ബുഇത്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. നിശ്ചയമായും ഞാൻ നിയോഗിക്കപ്പെട്ടത്, അല്ലാഹു തആല എനിക്ക് ഭൂമിയിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്തെന്നറിയുമോ? ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്താണ് ധാർമ്മികത എന്ന് പഠിപ്പിക്കലാണ്. എന്താണ് സൽസ്വഭാവം, ധാർമ്മികത എന്ന മനുഷ്യനെ പഠിപ്പിക്കലാണ് എന്റെ ഉത്തരവാദിത്തമെന്ന് സയ്യിദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ നിയോഗം തന്നെ എന്താണ് ധാർമ്മികത എന്ന് പഠിപ്പിക്കലാണ്, അല്ലേ? മാന്യ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സൃഷ്ടാവിനോട് അവൻ നന്ദി കാണിക്കണം. സൃഷ്ടാവിനോട് അവൻ നന്ദി പ്രകടിപ്പിക്കുന്നവനാവണം. അതാണ് ഏറ്റവും മാന്യന്റെ ഒരു ഗുണം, അല്ലേ? ഏതെങ്കിലും ഒരാൾ നമുക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്താൽ അയാളോട് നന്ദി പ്രകടനം നടത്തുക. സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമ്മെ സൃഷ്ടിച്ചവനാണ്, നാം സൃഷ്ടിയാണ്.